صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഉദഹിയത്ത് മൂലം സ്വന്തം കൈകൊണ്ട് തന്നെ അറുത്തു കൊടുക്കലാണ് ഏറ്റവും ഫലപ്രദമായ പ്രതിഫലം കിട്ടുന്ന ഒരു സുന്നത്തായ കർമ്മമാണ്. നമ്മുടെ ഉദഹിയത്ത് നാം തന്നെ അറുത്തു കൊടുക്കും. ഞാൻ പറഞ്ഞില്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കൈകൊണ്ട് 60-ലധികം മൃഗങ്ങളെ ഉദഹിയത്ത് അറുത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലപ്പുറമുള്ളത് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അറുക്കാൻ വേണ്ടി കൽപ്പിച്ചത്. അപ്പൊ ഏറ്റവും വലിയ സുന്നത്താണ് സ്വന്തം മൃഗം അത് സ്വന്തം തന്നെ അറുത്തു. പിന്നെ സ്വന്തം അറുത്തു കൊടുക്കാൻ കഴിവില്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ചോരം ഉണ്ടാകുന്ന ചില പ്രശ്നം ഉണ്ടാവും, ചില ആളുകൾക്ക് അറുക്കാന്ന് പറയുമ്പോൾ പേടിയുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ മറ്റുള്ള ആളുകളെ ഏൽപ്പിച്ചു കൊടുക്കുക മാത്രമല്ല, ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അയാള് ആ അറുക്കുന്ന സ്ഥലത്ത് ഹാദിറാവാൻ സുന്നത്താണ്. എന്നോട് അറുക്കാൻ പറ്റുന്നില്ല, എന്നാൽ അറുക്കുന്ന സ്ഥലത്ത് ഞാൻ ഹാദിറാവും, അത് സുന്നത്താണ്. എന്റെ ഏറ്റവും വലിയ സുന്നത്താനെയാണ് നമ്മുടെ സ്വന്തം വളപ്പിൽ കുടുംബങ്ങളുടെ മുന്നിൽ വെച്ച് അറക്കണം. ഇന്നിപ്പോ നമ്മുടെ ചില പള്ളി കമ്മിറ്റി അല്ലെ ഉദയത്തെ ഇങ്ങനെ സംഘടിപ്പിച്ചിട്ട് പള്ളിന്റെ വളപ്പിൽ വെച്ചിട്ട് അറക്കുന്ന പരിപാടിയൊക്കെ ചില നാടുകളിൽ, ഇവിടെ ഇല്ല, ചില നാടുകളിൽ. നല്ലത് അങ്ങനെയല്ല. നല്ലത് ഇതൊക്കെയും പല ആളുകളെ കൊണ്ട് നന്മകൾ ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ്. കൂട്ടായ്മയായി ചെയ്യുമ്പോൾ ഒരാളുകൾക്ക് ചെറിയ പൈസ കൊണ്ട് ഉദയത്തിൽ പങ്കാളികളാകാൻ, പിന്നെ ആ ഉദയം തറക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. പക്ഷേ അതോടൊപ്പം അതുകൊണ്ട് ചിലപ്പോ ചില സിന്നത്തുകൾ നഷ്ടപ്പെടുകയാണ്. സിന്നത്ത് എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ സ്വന്തം വീടിന്റെ വളപ്പിൽ വെച്ചിട്ട് അറക്കുക എന്നതാണ് ഏറ്റവും പുണ്യമായ കാര്യം. അത് പ്രത്യേകമായി ശ്രദ്ധിക്കുക. സ്വന്തമായി തന്നെ അറുത്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതില്ലെങ്കിൽ അറുക്കുന്ന സമയത്ത് ആ സ്ഥലത്ത് ഹാജരാവുക എന്നതും വലിയൊരു സുന്നത്താണ്. പിന്നെ ഉദയത്ത് അറുത്തു അറുത്താൽ പിന്നെ അതിന്റെ ഇറച്ചി വിതരണം ചെയ്യുന്നത് 4 വിധം. ഒന്ന്, ഏറ്റവും വലിയ സുന്നത്ത് മുഴുവനുമായിട്ട് എല്ലാവും പിന്നെ സദഖ കൊടുക്കുകയാണ്. അതാണ് ഏറ്റവും നല്ല ക്വാളിറ്റി. മുഴുവനുമായിട്ട് എല്ലാം ഒന്നും നമുക്ക് വെക്കാതെ, ഇതിപ്പോ തന്നെ പറയുന്നത് ഇവിടെ സുന്നത്തായ ഉദയത്തിനാണ്. നാമൊക്കെ മറുത്തു കൊടുക്കുന്ന സുന്നത്തായ ഉദയത്തിന്റെ രൂപം. പിന്നെ നിർബന്ധമായ ഉദയത്താണെങ്കിൽ അതിന് ഒരേ ക്വാളിറ്റി എന്ന് പറയും സാധാരണ. പിന്നെ സുന്നത്തായ ഉദയത്താണെങ്കിൽ 4 വിധം അതിന്റെ ഇറച്ചി വിതരണം 4 വിധത്തിലാണ്. ഒന്ന്, മുഴുവനുമായി എല്ലാവും പാവങ്ങൾക്ക് സദഖ കൊടുക്കുകയാണ്. രണ്ടാമത്തേത്, കുറച്ച് വർക്കത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തത്തിന് വെച്ച് ബാക്കി മുഴുവനും സദഖ കൊടുക്കുകയാണ്. വർക്കത്തിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മ അറുത്തു കൊടുക്കുന്ന മൃഗം, അപ്പൊ അതുകൊണ്ട് ചെറിയ തവറുക്കിന് വേണ്ടി കുറച്ച് നമുക്ക് വെക്കാം, ചെറിയ ഒരു കരിയിലത്തെ ഇറച്ചി. ബാക്കി മുഴുവനുമായിട്ട് പാവങ്ങൾക്ക് സദഖ കൊടുക്കുക എന്നതാണ് രണ്ടാമത്തെ. മൂന്നാമത്തേത്, ഇറച്ചി അതിനെ 3 ഭാഗമാക്കിയിട്ട് അതിൽ ഒരു ഭാഗം പാവങ്ങൾക്ക് സദഖ കൊടുക്കുക, പിന്നെ ഒരു ഭാഗം ഹദിയ കൊടുക്കുക. ഹദിയ എന്ന് പറഞ്ഞാൽ പണക്കാർക്ക് കൊടുക്കുന്നതാണ്. സദഖ എന്ന് പറഞ്ഞാൽ പാവങ്ങൾക്ക്, മിസ്കീന്മാർക്ക്, അങ്ങനെയുള്ള ഫഖീറന്മാർക്ക് കൊടുക്കുന്നതിനാണ് സദഖ എന്ന് പറയുന്നത്. ഹദിയ എന്ന് പറഞ്ഞാൽ മുതലാളിമാർക്ക്, ഐശ്വര്യമുള്ള ആളുകൾ, നിയമത്തുള്ള ആളുകൾ, അവർക്ക് കൊടുക്കാനാണ് ഹദിയ. അപ്പൊ ഒരു ഭാഗം സദഖ, ഒരു ഭാഗം ഹദിയ, അതുപോലെ പിന്നെ ഒരു ഭാഗം നമ്മുടെ സ്വന്തത്തിന് വേണ്ടി. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു 30 കിലോ ഇറച്ചിയുള്ള ഒരു ഉദയത്തിന്റെ ആളാണെങ്കിൽ ഒരു 10 കിലോ പാവങ്ങൾക്ക് സദഖ, പിന്നെ 10 kg പിന്നെ പണക്കാർക്ക് ഹദിയ, അതുപോലെ ഒരു 10 kg നമ്മുടെ സ്വന്തത്തിന് വേണ്ടി. ഇതാണ് മൂന്നാമത്തെ വിധം. പിന്നെ ഒരു വിധമുണ്ട്, ഒരു നിർബന്ധമാവുന്ന, അതായത് നമ്മ ഉദയത്തെ അർത്ഥനല്ല, അപ്പൊ ആ ഉദയത്തിൽ വീഴണമെങ്കിൽ ഒരു നിർബന്ധമാകുന്ന കതിർ, അതായത് ഒരു കരി വെക്കുന്ന 1 കിലോ ഇറച്ചി ബാക്കിയുള്ള ആൾക്ക് കൊടുത്ത് ബാക്കി തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കൂലി കുറവാണ്, കൂലി കുറയും. ഫുള്ള് നമ്മുടെ ഫ്രിഡ്ജിൽ തന്നെ നിറച്ച്, നമ്മുടെ ഫ്രിഡ്ജിൽ എത്ര നിറയും അത്ര നിറച്ചിട്ട് ഒരു 2 കിലോ 3 കിലോ ബാക്കിയുള്ള ആൾക്ക് കൊടുക്കും. നമ്മുടെ ഉദയത്താവും, പക്ഷെ അതിന് കൂലി കുറയും. ഇതാണ് 4ാമത്തെ വിധം. ഇത് ഏറ്റവും നല്ല വിധം ആദ്യം പറഞ്ഞതാണ്. മുഴുവനുമായി പാവങ്ങൾക്ക് മാത്രം സദഖ കൊടുക്കുക. പാവങ്ങൾക്ക് മാത്രം, പണക്കാർക്ക് അതില്ല, പാവങ്ങൾക്ക് മാത്രം അവരെ തെരഞ്ഞു പിടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞില്ലെങ്കിൽ നമ്മളിപ്പോ സാധാരണ നമ്മൾ ചെയ്യാനാണ്
തബറുക്കിന് വേണ്ടിയിട്ട് ഞമ്മ കുറച്ച് വെച്ചിട്ട് ബാക്കിയെല്ലാം കൊടുത്താണ് ഇപ്പോ സാധാരണ നടന്നുകൊണ്ട്. ഇത് സുന്നത്തായ ഉദയത്തിലാണ്. ഇനി നിർബന്ധമായ ഉദയത്താണെങ്കിൽ, നിർബന്ധമായ ഉദയത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ ഉദയത്തെ അർത്ഥം കൊടുക്കാൻ നേർച്ച. ഇതൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ചിലപ്പോ നാം അർത്ഥം കൊടുക്കുന്ന നമ്മുടെ ബലി മൃഗവും ചിലപ്പോ നിർബന്ധത്തിന്റെ പട്ടികയിൽ പെട്ടുപോകാനുള്ള സാധ്യത. അതായത് നമ്മളിങ്ങനെ നമുക്ക് ഉദയത്തിന് വേണ്ടിയിട്ട് മൂരിയോ പോത്തോ എന്തെങ്കിലും കൊണ്ടുവരും, അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ വളപ്പിന് കൊണ്ടുവന്നിട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പൊ ഒരാൾ വന്ന് ചോദിച്ച് ഇതെന്ത് സാധനം ചോദിച്ചു, ഇത് എന്റെ ഉദയത്തിന്റെ മൃഗാണെന്ന് പറഞ്ഞാൽ അത് നിർബന്ധം. സാധാരണ ആളുകൾ പെട്ടുപോകുന്ന വിഷയം. ഇവിടെ എന്റെ വളപ്പിൽ ഒരു മൂരി കെട്ടിയിട്ടുണ്ട്, ഒരാൾ വന്ന് ചോദിച്ച് അല്ലെ ഞാൻ മൂരി കൊണ്ടുവന്നോണ്ട് കമ്പോയില്. അപ്പൊ ഒരാൾ ചോദിച്ച് ഇതെന്ത് സാധനം ചോദിച്ചു, ഇതെന്റെ ഉദയത്തിന്റെ മൃഗം എന്ന് പറഞ്ഞാൽ അത് നിർബന്ധം. അപ്പൊ എന്ത് ചെയ്യണം? ആ സമയത്തൊക്കെ സുന്നത്ത് എന്നൊരു പദം നാം ഉപയോഗിക്കും. ഞാൻ സുന്നത്തായി കൊടുക്കുന്ന ഉദയത്താണ്, ഞാൻ സുന്നത്തായി കൊടുക്കാൻ കരുതിയ ഉദയത്തിന്റെ മൃഗമാണ് എന്ന് പറയണം. ഇല്ലെങ്കിൽ അത് നിർബന്ധത്തിൽ പെട്ടുപോകും. നിർബന്ധത്തിൽ പെട്ടാൽ എന്ന പ്രശ്നം, പെട്ടാൽ പിന്നെ അതിലൊരു ചെറിയൊരു ഭാഗം പോലും നമുക്ക് എടുക്കാൻ പറ്റും. മുഴുവനായിട്ട് മറ്റുള്ള പാവങ്ങൾക്ക് മുഴുവനും അത് സ്വതപ്പ് കൊടുക്കേണ്ടി വരും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ആളുകൾ അതിനെ പെട്ടുപോകുന്നുണ്ട് അല്ലെ, ബമ്പം കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ല ഉഷാരം കാണിക്കാൻ വേണ്ടിയിട്ട് ഇവര് ബോധനമുണ്ട്. ഇതിന്റെ ഉദയത്തിനായാലും പിന്നെ എനിക്ക് തൊടാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ ചെറിയൊരു ഭാഗം പോലും ഇറച്ചി നിനക്കോ നിന്റെ വീട്ടുകാർക്കോ കഴിക്കാൻ പാടില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോ നിർബന്ധമായാൽ പിന്നെ നമുക്കതിൽ അതിന്റെ ഇറച്ചി കഴിക്കാനുള്ള ഒരു അവകാശവും ഇല്ല, എല്ലാം കൊടുക്കണമെന്നാണ്. അപ്പൊ നീയത്തിലും അത് കൊണ്ടുവരുമ്പോൾ പ്രത്യേകമായിട്ട് സുന്നത്തായ ഉദുഹിയ്യത്ത് എന്ന ആ ഒരു നിയത്ത് മനസ്സിലാക്കും. പിന്നെ നിയത്ത് വെക്കുന്നത് നമുക്ക് മൃഗം വാങ്ങുമ്പോൾ വെക്കാം, അല്ലെങ്കിൽ അറുക്കുന്ന സമയത്ത്. വാങ്ങുമ്പോൾ വെച്ചാൽ അറുക്കുമ്പോൾ വെക്കണമെന്നില്ല, വാങ്ങുമ്പോൾ വെച്ചില്ലെങ്കിൽ അറുക്കുമ്പോൾ നെയ്യത്ത് വെക്കണം. നെയ്യത്ത് എന്താ? എന്റെ സുന്നത്തായ ഉദയത്ത് അള്ളാഹു താലാക്ക് വേണ്ടി അറക്കാൻ വേണ്ടി ഞാൻ നിയത്ത് ചെയ്യും. അല്ലെങ്കിൽ വാങ്ങുമ്പോ എനിക്ക് സുന്നത്തായ ഉദയത്തെ അറക്കാൻ വേണ്ടിയിട്ട് ഈ മൃഗത്തിന് ഞാൻ വാങ്ങുന്നു. അങ്ങനെ വാങ്ങുമ്പോൾ വെക്കാം, വാങ്ങുമ്പോൾ വെച്ചാൽ അറക്കുമ്പോൾ വെക്കണമെന്നില്ല, വാങ്ങുമ്പോൾ വെച്ചില്ലെങ്കിൽ അറക്കുമ്പോ നെയ്യത്ത് വെക്കേണ്ടി വരും. അങ്ങനെയാണ് നെയ്യത്ത്. പിന്നെ പ്രത്യേകമായി പറയാനുള്ളത് അതിന്റെ പിന്നെ തൊലി, ഒരു അർത്ഥം കൊടുത്ത മൃഗത്തിന്റെ തൊലി അത് പിന്നെ വിൽക്കാൻ പാടില്ല. നമുക്ക് അർക്കാൻ കഴിയില്ല. പിന്നെ ബാക്കിയുള്ള ആരെങ്കിലും അക്കൗണ്ടിനെ അർപ്പിച്ച ആളുകൾക്ക് കൂലിയായിട്ട് ഈ തോലിയെ കൊടുക്കാനും പാടില്ല, കൂലിയായിട്ട് കൊടുക്കാൻ പാടില്ല. എന്താക്കാം? അത് പാവങ്ങൾക്ക് സ്വതത്തേയായിട്ട് കൊടുക്കാം, പാവങ്ങൾക്ക് കൊടുക്കാം. പിന്നെ ഏതെങ്കിലും പിന്നെ ഇപ്പൊ കുറവാണ്, പക്ഷെ മുമ്പൊക്കെ ഏതെങ്കിലും സ്ഥാപനക്കാർ അല്ലെങ്കിൽ സംഘടന ആളുകൾ അതൊക്കെ അതിനെ ചോദിക്കും. അങ്ങനെ കൊടുക്കാൻ പാടില്ല. വ്യക്തികൾക്ക് തന്നെ കൊടുക്കണം, വ്യക്തികൾക്ക് കൊടുക്കണം, പാവങ്ങൾക്ക്. പിന്നെ പാവങ്ങൾക്ക് കൊടുത്താൽ അവർക്ക് അതിനെ വേറൊരാൾക്ക് വിൽക്കാൻ പറ്റും. പാവങ്ങൾക്ക് കൊടുത്താൽ അതിനെ വേറൊരാൾക്ക് വിൽക്കാൻ പറ്റും. പിന്നെ പണക്കാർക്ക് കൊടുത്താൽ വിൽക്കാൻ പറ്റില്ല. അവർക്ക് സ്വന്തമായിട്ട് അതിനെ എന്തെങ്കിലും ഉപയോഗിക്കാം. അതിനെ ദപ്പാക്കാനോ വെട്ടാക്കാനോ അല്ലെങ്കിൽ തോലിന്റെ എന്തെങ്കിലും പാഴ്സാക്കാനോ അവർക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പാവങ്ങൾ കൊടുത്താൽ അതിനെ വേറൊരാൾക്ക് അവർക്ക് എന്താക്കാം? വിൽക്കാം. പക്ഷേ വിൽക്കുന്നുണ്ടെങ്കിലും ഉദയത്തിന്റെ ഇറച്ചാണെങ്കിലും അതിനെ അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ ഒരു നിയമമാണ്. ഉദയത്തിന്റെ ഇറച്ചി അല്ലെങ്കിൽ ഉദയത്തിന്റെ തൊലി അല്ലെങ്കിൽ ഉദയത്ത് നമുക്ക് അരിവെച്ചിട്ടുണ്ടോ പറയും പെരുന്നാൾക്ക് ഏതെങ്കിലും അമുസ്ലിമികളായ ആളുകൾ നമ്മുടെ അയൽവാസികൾ വന്നാൽ അതിനെതിരെ അവർക്ക് കൊടുക്കാൻ പാടില്ല. അത് അവരോടുള്ള വൈരാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ അവരോടുള്ള ശത്രുത കൊണ്ടൊന്നും അല്ല. പിന്നെ ഇസ്ലാമിക നിയമം. ബാക്കി നമുക്ക് വേറെ നല്ല ചിക്കനോ അല്ല വേറെ എന്തെങ്കിലും നമ്മുടെ മൊകര പോത്തോ കൊണ്ടുവന്നിട്ട് നല്ല ഉഷാറായിട്ട് വെച്ചിട്ട് ഫുള്ള് കൊടുത്താൽ പ്രശ്നമല്ല. ഉദയത്ത് എന്ന നിയത്തോടെ അറുത്ത മൃഗമാണെങ്കിൽ അതിന്റെ തൊലിയോ അതിന്റെ അർച്ചോ അതിന്റെ ഒരു ഭാഗവും മുസ്ലിമീങ്ങൾ അല്ലാത്ത ആളുകൾക്ക് കൊടുക്കാൻ പാടില്ല, ഹറാമാണ് എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. അവരോടുള്ള ശത്രുത കൊണ്ടതാണ് ഇസ്ലാമിക നിയമമാണ്. എന്തെങ്കിലും അള്ളാഹുവിന്റെ ഹിക്മത്ത് ഉണ്ടാക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഏതായാലും ഇതൊക്കെയാണ് ഉദയത്തിന്റെ പ്രത്യേകമായ നിയമങ്ങൾ. ഏകദേശം നമുക്ക് ആവശ്യം പഠിച്ചു. ഒരാൾ എടുക്കുന്നില്ലെങ്കിൽ എന്താണ് മൺകാണിക്ക് കൊണ്ടേണ്ടി വരും. ആരും കൊണ്ടുപോകുന്നില്ല, അതിനുള്ളൊരു ഫലം ആരും ആഗ്രഹിക്കുന്നില്ല എന്നതാണ്. പിന്നെ ഉദയത്തിന്റെ ഒന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പ്രത്യേകം. അപ്പോ അങ്ങനെ ആണെങ്കിൽ എടുക്കാൻ ആളില്ലെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാ സ്വന്തത്തിന് പണ്ടത്തെ പോലെ ഇപ്പോ തോലിന്റെ പാർട്സ് അതുകൊണ്ട്
ഉപകരണം ഉണ്ടാക്കുന്ന ആളുകളെ പോയി പഠിച്ചിട്ട് പണ്ടെല്ലാം സ്വന്തമായിട്ട് അതിന്റെ തോലിന്റെ ഇതെല്ലാം ചെയ്തവരുമാരായിരുന്നു. ഇപ്പൊ അതില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ അതിനെ പോയി പിന്നെ നാളെ പോലെ മാറ്റം വരും. അപ്പൊ അങ്ങനെ ഏകദേശം ഉദയത്തിന്റെ മസാലകളാണ് ഇപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത്. അല്ലെങ്കിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നെ പേഴ്സണലായിട്ട് ബന്ധപ്പെടാൻ ചോദിക്കാം. അല്ലാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അത് കൊടുക്കാൻ താല്പര്യമുള്ള ആളുകൾ ഇതിന്റെ സംവിധാനമുണ്ട്, തീർച്ചയായിട്ടും ബന്ധപ്പെടാം. പിന്നെ വേറെ ആളുകളൊക്കെയും നാട്ടിൽ അവനെ സംഘടിപ്പിച്ചിട്ടുണ്ട്, ഉദയ കളിക്കുന്ന ആളുകളൊക്കെയും ഇൻഷാ അല്ലാഹ് ഏതാണ്ട് അതൊക്കെയും നമ്മെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കാനുള്ള ഒരവസരം ഒരുക്കി തരാണ്. അങ്ങനെയുള്ള നല്ല ചിന്താഗതിയുള്ള ആളുകൾക്ക് അല്ലാഹു ഇനി വലിയ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അവരുടെ നിയ്യത്ത് നീ ഖബൂലാക്കണേ അല്ലാഹ്. അവരുടെ ആ നിയ്യത്ത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് അതിന്റെ മൻഫഅത്ത് ഏറ്റെടുക്കാനും അത് ചെയ്യാനും ഉള്ള ഒരു അവസരം നീ ഒരുക്കി തരണേ അല്ലാഹ്. ഇന്നുവരെയായ ജീവിതത്തിൽ ഒരുപാട് കൊല്ലങ്ങൾ പുതിയ കാലത്ത് കൊടുത്ത് ഒരുപാട് നല്ല മനുഷ്യന്മാർ നാട്ടിലും ഈ സദസ്സിലും ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരിലും ഉണ്ട്. നീ അവരിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. ഇന്ന് വരെ ചെയ്തത് ഇങ്ങനെ മരണം വരെ അത് തുടരെയായി ചെയ്യാനുള്ള ചെയ്തു പോകാനുള്ള സാമ്പത്തികമായ സഹായങ്ങൾ അവർക്ക് നീ നൽകണേ അല്ലാഹ്. സർവ്വഹാജിമാരും വിനയിലാണ് വളച്ചോനെ നിന്നെ പൊരുത്തപ്പെടിക്കുന്ന രൂപത്തിൽ വളച്ചോനെ എല്ലാം മറന്ന് ദുനിയാവും കുടുംബവും വീടും നാടും മറന്നിട്ട് നിന്റെ മുന്നിൽ അവർ എത്തിപ്പെട്ടിരിക്കുന്നു അല്ലാഹ്. അവരെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അവർ നിന്റെ വിരുന്നുകാരാ, ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും അല്ലാഹു അവർക്ക് നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ അല്ലാഹ്, നൽകല്ലേ അല്ലാഹ്. എത്രയോ തവണ നിലയിൽ വെച്ച് പല അപകടങ്ങളും നടന്നതായി ഞങ്ങൾ ഓർക്കുന്നല്ലോ. പഠിച്ചവനെ നീ സലാമത്ത് നൽകണേ റഹ്മാനെ, സലാമത്ത് നൽകണേ അല്ലാഹ്. നല്ല ആരോഗ്യത്തോടെ ആഫിയത്തോടെ ഇനിയുള്ള ആ 2-3 ദിവസങ്ങൾ അല്ലാഹ് നിനക്ക് വേണ്ടി ചെലവഴിക്കാൻ, നിന്റെ ഇബാദത്തിനായി മുഴുകാൻ ആഫിയത്തും തൗഫീഖും ആ ഹാജിമാർക്ക് നീ നൽകണേ അല്ലാഹ്. ഇതുപോലെയുള്ള ദിവസങ്ങളിൽ ആ മുറ്റത്തിൽ ഒരുമിച്ചുകൂടാൻ മിനയിലും അറഫയിലും മുസ്ദലിഫയിലും അല്ലാഹുവേ ആ സ്ഥലങ്ങളിലൊക്കെ ഒരുമിച്ചുകൂടാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹ്. ആ ഒരുമിച്ചുകൂടാൻ ഭാഗ്യം കിട്ടിയ പലരും ഈ സദസ്സിലുണ്ട്, നാട്ടിലിருந்து വളച്ചോനെ അവർക്ക് നല്ല കബൂലാക്കണേ അല്ലാഹുവേ. മരിച്ചുപോയ നമ്മുടെ സത്താവ് സാഹിബ് അല്ലാഹ് പരിപൂർണ്ണ ഹജ്ജിന്റെ തവാബ് തന്നെ ആ പാവപ്പെട്ട സഹോദരന് നീ നൽകണേ അല്ലാഹ്. ഹജ്ജിന് വേണ്ടി പോയ പലരും മരിച്ചുപോയവരാണ്, അവർക്ക് നീ നൽകണേ റഹ്മാനെ. അല്ലാഹ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ലാഹ്. പഠിച്ചവനെ മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും മഗ്ഫിറത്തും മഗ്ഫിറത്തും നൽകണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. പിന്നെ പ്രത്യേകമായിട്ട് പറയുന്നത് നിർബന്ധമായ ഉദയത്താണെങ്കിൽ അത് ഏത് സ്ഥലത്തിനാണോ അർത്ഥത് ആ നാട്ടിൽ തന്നെ മുഴുവൻ ഇറച്ചി കൊടുത്തു തീർക്കേണ്ടത്. നിർബന്ധമായ ഉദയത്താണെങ്കിൽ ഏത് നാട്ടിലർത്തോ അവിടെ തന്നെ എല്ലാവും പാവങ്ങൾക്ക് വേണ്ടി സ്വതം കൊടുക്കണം. സുന്നത്തായ നാമാർക്കുന്ന ഉദയത്താണെങ്കിൽ നിർബന്ധമായ ഒരു ഭാഗം, അതായത് നമ്മുടെ ഉദയത്തിൽ വീടുന്ന കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്, 1 കിലോ ഒരു ഇറച്ചി, അത് ആ നാട്ടിൽ കൊടുത്ത് ബാക്കിയുള്ളത് മറ്റേ നാട്ടിലേക്ക് എന്താക്കാം ഷിഫ്റ്റ് ചെയ്യാം. നിർബന്ധമായ ഒരു ഭാഗം ആ അടുത്ത നാട്ടിൽ കൊടുക്കണം. പിന്നെ ബാക്കിയുള്ള നാട്ടിലേക്ക് ഇപ്പൊ പാവങ്ങൾ ഇറച്ചി കിട്ടാതെ പല നാടുകളുണ്ട്. ഇപ്പൊ വരാനുണ്ട് അർത്ഥത്തിൽ എല്ലാം ഷിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നു അടുത്ത നാട്ടിൽ കൊടുത്തില്ല. അപ്പൊ അത് ഉദയത്തിൽ വിടും. അടുത്ത നാട്ടിൽ നിർബന്ധമാത് വീടാൻ വേണ്ടിയിട്ട് 1 കിലോയെങ്കിലും 1 കറിക്ക് വേണ്ട ഇറച്ചി പാവങ്ങൾക്ക് കൊടുത്ത് ബാക്കി മറ്റുള്ള നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നിർബന്ധമായ ഉദയത്താണ് എല്ലാം അതേ നാട്ടിൽ തന്നെ പാവങ്ങൾക്ക് തന്നെ കൊടുക്കണം. പൈസക്കാർക്ക് കൊടുക്കാൻ പാടില്ല, അമ്മമാർക്ക് കൊടുക്കാൻ പാടില്ല. അമ്മമാർക്ക് നിർബന്ധമായ ഉദയത്താണ്, സുന്നത്തായ കൊടുക്കുക. പിന്നെ അങ്ങനെയാണ് ഇതിന്റെ മസാല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.